എന്തായാലും നമുക്ക് എറണാകുളത്ത് നിന്ന് ആരാണ് ചേരുന്നത്? സൈഫുന്നിസയുണ്ട്. ഒരുപാട് വാർത്തകളുണ്ട് അവിടെ നിന്ന്. സൈഫുന്നിസ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി ആൻഡ് വെങ്കടേഷ്. ഒരുപാട് വാർത്തകളുണ്ടല്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് ഈ CPIM എറണാകുളം ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. ചില വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടുന്ന് കണ്ടിരുന്നു. ഈ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായ അരുൺകുമാറിനെ പോലുള്ളവർ താടി വടിച്ചുകൊണ്ട് ചില സർപ്രൈസുകൾ നൽകിയതൊക്കെ കണ്ടു. ഈ രാഷ്ട്രീയ ചർച്ചകളിലെ സർപ്രൈസുകൾ എന്തൊക്കെയായിരുന്നു സൈഫുന്നീസ? ആകെ മൊത്തത്തിൽ ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരാൻ സാധ്യത, അങ്ങനെ തന്നെയല്ലേ? അതെ റോഷ്നി, അങ്ങനെ തന്നെയാണ്. CPM-ന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഇപ്പോൾ 2 ദിവസമായി എറണാകുളത്ത് നടക്കുകയാണ്. ഇന്നാണ് സമാപനം ഉണ്ടാകുന്നത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. നിലവിൽ CN മോഹൻ ആണ് എറണാകുളം ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇതിൽ ചർച്ചകളൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നും സർക്കാർ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളൊക്കെ ഭരിക്കുന്നത് BJP-ക്കാരാണ് എന്നും പാർട്ടിക്കാർക്ക് പോലും ഒരു പരാതിയുമായി സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്, അവർക്ക് പോലും മർദ്ദനമേൽക്കുന്നു എന്നൊക്കെ പരാതിയിൽ ഇവർ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലയിലെ പാർട്ടി നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. സാമ്പത്തിക താല്പര്യങ്ങളാണ് ജില്ലയിലെ പാർട്ടി നേതാക്കൾക്ക് മുൻതൂക്കം എന്നുള്ള രീതിയിലൊരു വിമർശനവും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്നും ഇങ്ങനൊരു വിമർശനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ബൂത്ത് തലം മുതലുള്ള ജാഥകളൊക്കെ വന്ന് മറൈൻ ഡ്രൈവിൽ വന്ന് സംഗമിക്കുകയും ചെയ്യും. വലിയ അടിപൊളി ഒരു കാഴ്ചയോടെ ആയിരിക്കും വൈകിട്ടാകുമ്പോൾ CPM-ന്റെ പൊതുസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വിമർശനങ്ങൾക്ക് ഒരു കുറവില്ലാത്തൊരു കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരുപാട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലകളിലെ സമ്മേളനങ്ങളിലൊക്കെ കുറച്ച് ഉൾപാർട്ടി വിമർശനങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു സൈഫുന്നീസ? അത്രയും വലിയ വിമർശനങ്ങളിലേക്കൊന്നും പോയില്ല. എറണാകുളത്ത് വിഭാഗീയതകളിലൊക്കെ കഴിഞ്ഞൊരു അങ്ങനത്തെ ഒരു സമയത്ത് കൂടിയുള്ളൊരു ജില്ലാ സമ്മേളനം കൂടിയാണ്. വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടായിരുന്ന ഒരു ജില്ല കൂടിയായിരുന്നു എറണാകുളം. പക്ഷേ ഇത്തവണ അത്രയൊന്നും നമുക്ക് കണ്ടില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനമായിരുന്നു വെങ്കടി പ്രധാനമായിട്ടുണ്ടായത്. ശരി, അപ്പോൾ ഒരു വശത്ത് CPIM ജില്ലാ സമ്മേളനം, ഇപ്പോൾ മറുവശത്ത് ഇപ്പോൾ BJP എറണാകുളം സിറ്റി ജില്ലയുടെ ഒരു പ്രഥമ സമ്മേളനവും ഇന്ന് നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായും BJP-യുടെ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിറ്റി ജില്ല രൂപീകരിച്ചത്. സിറ്റി ജില്ലയുടെ ആദ്യത്തെ മീറ്റിംഗ് കൂടിയാണ് ഇന്ന് രാവിലെ 10 മണിക്ക് YMCA ഹാളിൽ വെച്ച് നടക്കുന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ വനിതാ ശ്രീനിവാസും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും എന്തൊക്കെ ചർച്ചകളാണ് BJP-ക്ക് അകത്ത് നടക്കുക എന്നുള്ളത് കാണാം. കാരണം ഒരുപാട് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതിനുള്ള ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും അടിത്തട്ട് മുതൽ തുടങ്ങാനുള്ള ഒരു പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സമ്മേളനം കൂടിയാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ചർച്ചകളെന്ന് നമുക്കിന്ന് കാണുകയും ചെയ്യാം. സൈഫുന്നീസ, മറ്റൊരു കാര്യമേ, സൈഫുന്നീസയെ എപ്പോൾ കാണുമ്പോഴും പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് സൈഫുന്നീസ, നമ്മുടെ ഉമാ തോമസിന്റെ ആരോഗ്യനില എന്തായി എന്ന് അതുകൂടി പറയൂ സൈഫുന്നീസ. ഉമാ തോമസിൻ്റെ ആരോഗ്യനില നല്ല രീതിയിൽ ഇരിക്കുന്നു. ഉമാ തോമസ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം, മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സജീവമായി ആശുപത്രിക്കകത്ത് തന്നെ ഇടപെട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ നിന്ന് വിടുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നത്. ഫിസിയോതെറാപ്പി പൂർവ്വം, കാരണം രാഷ്ട്രീയക്കാരാണല്ലോ, ആശുപത്രി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എത്രത്തോളം റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആശുപത്രിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പി എല്ലാം പൂർത്തീകരിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാനാണ് പദ്ധതി ഇടുന്നത്. കഴിഞ്ഞ ആഴ്ച ഡിസ്ചാർജ് ചെയ്യുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഡിസ്ചാർജ് ഉണ്ടാകാം. ഓക്കെ, അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പൊതുപരിപാടിയിൽ ഓൺലൈനായി വന്ന ആശംസകൾ നൽകുന്നുണ്ടായിരുന്നു ഉമാ തോമസ് MLA.